ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എൻ്റെ ഫ്ലിപ്കാർട്ടിൽ ഒരു ദിവസം നോക്കിയാലോ. ദാ ഞാൻ വണ്ടി എടുത്ത് പോവാട്ടോ. കുറച്ച് ദിവസമായി ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട്. 1-ാം തീയതി കയറിയതാണ്. അതായത് ഞാൻ ഓഫീസിന്റെ ഫ്രണ്ടിലെത്തി. രാവിലെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിതേ പ്രൊഡക്റ്റൊക്കെ ഓരോ സ്ഥലത്തോട്ടുള്ളതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ചാക്കുകളിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് നമ്മളിങ്ങനെ തരം തിരിച്ചെടുക്കണം. തരം തിരിച്ചിട്ട് ഞാൻ കുന്നുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പിൻകോഡ് അനുസരിച്ച് ഞാൻ എൻ്റെ ഏരിയ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോ പ്രോഡക്റ്റും വായിച്ച് നോക്കി അത് എവിടത്തേക്കാണെന്നുള്ളത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് തുടങ്ങും. അങ്ങനെ അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചേക്കണുണ്ടോ. ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ റൂട്ട് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ട് തന്നെ നിസ്സാര ഒരു ജോലിയായിട്ട് തോന്നും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. കാരണം ഇതിങ്ങനെ വന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഓരോ ആൾക്കാരുടെ സ്ഥലങ്ങളനുസരിച്ച് അതിനെ തിരിച്ച് അതിനുശേഷം ഇതുപോലെ ബാർകോഡൊക്കെ അടിച്ച് നമ്മൾ സെറ്റാക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ബാഗിലാക്കി നമ്മൾ ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് എത്തേണ്ടത്. ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു പ്രൊഡക്റ്റിന് 15 രൂപയാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പിന്നിൽ എടുക്കുന്നുണ്ട് ഈ ഡെലിവറിക്ക് വരുന്ന ആൾക്കാർ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന ആൾക്കാര് ഉറപ്പായിട്ടും ഈ ഡെലിവറിക്ക് പോകുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല. ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുണ്ടാവും. ഓരോ ഏരിയ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടാവും. ഈ ഏരിയയിലുള്ള പല ആൾക്കാരും വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കൂല. അവരുടെ റീചാർജ് ഇല്ലാത്ത സിം ആയിരിക്കും. അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് എത്തി എല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ ഒരു നേരമാവും. ഞാൻ ഇന്ന് 42 പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഞാൻ ചാക്കിലും അതുപോലെ തന്നെ ബാഗിലൊക്കെ ആക്കിയിട്ടാണ് പോണത്. ചാക്കിലാക്കുന്നത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഉച്ച 2:30 ആയപ്പോഴാണ് ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് ഒരു കടയിൽ വന്നിരുന്നതാ. കുറച്ച് കോളും കാര്യങ്ങളും ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യും കസ്റ്റമേഴ്സിനെയൊക്കെ വിളിക്കാനായിട്ട്. അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാട്ടോ ഈ കാണുന്നത്. 2 ദിവസം കൊണ്ട് നന്നായിട്ട് കരിവാളിച്ച് ഇതായി. പക്ഷെ അത് നമുക്ക് പ്രശ്നമല്ല. കാരണം വൈകുന്നേരം ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഞാൻ പണിയെടുത്തത് 675 രൂപയ്ക്കായിരുന്നു കേട്ടോ. രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തിയിട്ട് ഞാൻ അത് കഴിഞ്ഞിറങ്ങുന്നത് ഏകദേശം 5 മണി അടുക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പണിയുണ്ട്. നമുക്ക് ഈ റിട്ടേൺ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഇതുപോലെ കവറിലാക്കിയൊക്കെ കൊടുക്കണം. അങ്ങനെ ഇവിടെ വന്നിട്ട് നമുക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്ത് ക്യാഷ് ക്ലോസ് ചെയ്യണം. ഇനി ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ഞാൻ വീണ്ടും പോവാട്ടോ. ഓൾറെഡി ക്യാഷ് അവർ അടച്ചത് കൊണ്ടിട്ട് ക്ലോസ് ചെയ്തു. എൻ്റെ ഓഫീസിലത്തെ വർക്ക് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തു. ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ എമൗണ്ട് 675 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫ്ലിപ്കാർട്ടിൽ ഒരു ദിവസത്തെ ജീവിതം. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.